നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ മെയിലാണ് ആ ചാടി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മിക്സഡ് കപ്പിയുടെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. എത്രത്തോളം മിക്സഡ് കപ്പി ഇതിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. നിലവിൽ നമ്മുടെ മിക്സഡ് കപ്പി ടാങ്കിൻ്റെ അവസ്ഥ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇനി ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൽ ഒരുപാട് ഫോക്സ് ടെയിലൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കത് ആദ്യം എടുത്തു മാറ്റാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ ഡക്ക് വീലാണ് കേട്ടോ. ഇതൊക്കെ ഈ ടാങ്കിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഒരുപാട് പായലൊക്കെ ഉണ്ട്, നമുക്കെടുത്ത് മാറ്റണം. ക്ലീൻ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആമ്പലും അതുപോലെ തന്നെ ആമസോൺ സോഡ് നട്ടു കൊടുത്തിരുന്നു. അതൊക്കെ നമ്മൾ നമ്മുടെ ഈ ടാങ്കിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇതിൽ നമ്മുടെ കുറച്ച് ഫിഷസ് ഈ ഒരു പാത്രത്തിൽ കിടക്കുന്നുണ്ട്. സോട്ടയിൻ്റെ ഒക്കെ മക്കൾ ഈ ഒരു നമ്മുടെ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് വന്നിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ വേസ്റ്റാണ്. ആൽഗയൊക്കെ പിടിച്ചത് നല്ല രീതിയിൽ വേസ്റ്റ് നമ്മുടെ ടാങ്കിലുണ്ട്. ഇതിലുള്ള ആമ്പലാണ്. ഇതിൽ ഒരു മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസത്തിനുള്ളിൽ വിരിയും. ഇതാണ് നമ്മുടെ ഇന്ന് വിരിഞ്ഞ് ഇതായ പൂവാണിത്. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഒരുപാട് വേസ്റ്റ് ഇതിൻ്റെ അടിയിൽ അങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. നമ്മൾ ഫിഷൊന്നും പെടാതെയാണ് ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഗപ്പീസിനെയും അതുപോലെ തന്നെ സോട്ടേഴ്സിനെയും ഒക്കെ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗപ്പീസിനെയും അതുപോലെ തന്നെ സോട്ടയിലിൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഗപ്പീസിനെയും ഇതിനെയും പിടിക്കാൻ നോക്കാം. കുറച്ച് ഡക്ക് വീഡ് കളക്ട് ചെയ്യാം. ഇത് നമ്മുടെ കയ്യിലുള്ള മിക്സഡ് കപ്പിയാണ് കേട്ടോ. നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ മെയിലാണ്. ഒരെണ്ണം സെയിൽ ചെയ്തിട്ട് ബാക്കി വന്നപ്പോൾ അതിനെ നമ്മുടെ മിക്സഡ് കപ്പി ടാങ്കിലേക്ക് ഇറക്കി വിട്ടതാണ്. നല്ല രീതിയിൽ തന്നെ ഗിയർ ക്വാളിറ്റി നമ്മുടെ ഈ ഫിഷിനുണ്ട്. ഇത് നമ്മുടെ നല്ല രീതിയിൽ സെയിലായി പോകുന്നൊരു വെറൈറ്റി ഫിഷ് തന്നെയാണ് നമ്മുടെ പ്ലാറ്റിനം റെഡ്. എപ്പോഴും നമ്മുടെ മാർക്കറ്റിലൊക്കെ ഹൈ ഡിമാൻഡ് ഈ ഒരു ഫിഷിനുണ്ട്. നിങ്ങൾക്ക് ടാങ്കിൻ്റെ ആ ഭാഗത്തായിട്ട് എന്താ പറയുക, സോട്ടയിലിൻ്റെ മക്കൾ 2-3 ദിവസം മുന്നേ ബ്രീഡായിട്ടുള്ള മക്കളെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾ കിട്ടുന്ന ഒരു ഫിഷാണ് കേട്ടോ നമ്മുടെ സോട്ടയിൽ ഫിഷ്. ചെറുതായിട്ടൊന്ന് നമ്മൾ കോരിയപ്പോൾ തന്നെ നമുക്ക് ഇത്രത്തോളം സോട്ടയിൽ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ കയ്യിലുള്ള സോട്ടയിലിൻ്റെ കുറച്ച് വലുതായിട്ടുള്ള മക്കളാണ് കേട്ടോ. ഇവരുടെ വീഡിയോ നമുക്കധികം എടുക്കാൻ പറ്റാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഇവർ നല്ല രീതിയിൽ തന്നെ ടാങ്കിൽ നിന്നും പുറത്ത് ചാടാൻ ടെൻഡൻസി ഉള്ളവരാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്നൊന്നും ചാടിയിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ പിടിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ ഫിഷ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടാങ്കിൽ നിന്നും പുറത്തേക്ക് ചാടാൻ നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ വലയിട്ട് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഫിഷസിനെ വളർത്തുകയാണെങ്കിൽ. പിടിച്ചാലൊന്നും നമ്മുടെ ഗപ്പീസിനെ പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളൊരു നെറ്റ് ഉപയോഗിച്ചിട്ട് ഇവരെ പിടിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ചെറിയൊരു പണി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫിഷസിൻ്റെ കൂടെ ഈ വേസ്റ്റും കൂടി വന്ന കാരണം നമുക്ക് ഫിഷിനെയും ഇതിനെയും വേഗം തിരിച്ചറിയാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ മാറ്റിയ പാത്രത്തിൽ വേസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പരമാവധി വേസ്റ്റ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷസിനെ എന്തായാലും ഒരു പുതിയ വെള്ളത്തിലേക്ക് ഇറക്കി വിടാം. ഇനി നമുക്ക് നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു ടാങ്കിലാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ ഫിഷസും കിടക്കുന്നത്. ഇതിൽ അത്യാവശ്യം കൗണ്ട് ഫിഷസൊക്കെ ഉണ്ട്. നമുക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ടാങ്കിൽ ഞാൻ കുറച്ച് വെള്ളമേ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഇത് വേറൊരു ഭാഗത്തേക്ക് വെക്കേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കുറച്ച് വെള്ളമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ഫിഷസിനെ ഇതിലേക്ക് ഇറക്കി വിടാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നമ്മുടെ ഗപ്പീസിൻ്റെ ടാങ്കൊക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് എൻ്റെ കയ്യിലുള്ള മിക്സഡ് ഗപ്പീസ്. അതുപോലെ തന്നെ സോട്ടയിലിനെയും നിങ്ങൾക്ക് ഈ വീഡിയോയിലൊക്കെ കാണാവുന്നതാണ്.
സോ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്.